വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിൽ കടുത്ത നീക്കത്തിന് പ്രതിപക്ഷം. കരാർ ലംഘനവും ദേശീയ സുരക്ഷയും ചൂണ്ടിക്കാട്ടി സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും കത്ത്. സംസ്ഥാനത്ത് നടക്കാൻ പാടില്ലാത്ത നടക്കുന്നുവെന്ന് പിണറായി വിജയൻ. വിദേശ നിക്ഷേപത്തിൽ കരാർ ലംഘനം ഉണ്ടായിട്ടില്ലെന്ന വിശദീകരണവുമായി അദാനി പോർട്സ്. സർക്കാരിന്റെ അനുമതി തേടാൻ കഴിയുക കമ്പനിയുമായി ധാരണയിൽ എത്തിയ ശേഷം. താരസംഘടനയിൽ വിഴുപ്പലക്കൽ തുടരുന്നു. ശ്വേതാ മേനോനെതിരെ ഒരു വിഭാഗം നടിമാർ. ഭരണസമിതിയുടെ രാജി സാമ്പത്തിക ക്രമക്കേട് മൂലമെന്ന് അൻസിബ ഹസൻ. പേഴ്സണലായി സംസാരിച്ച ഓഡിയോ പുറത്തുവിട്ടത് കുറ്റകൃത്യമെന്ന് നടി ഉഷ. വർഗീയവാദം നടത്തുന്ന ഒരു സംഘമല്ല അമ്മയെ ഭരിക്കേണ്ടതെന്ന് മാല പാർവതി. PFI ആയുധ പരിശീലകൻ കീഴടങ്ങി. കൊച്ചി NIA കോടതിയിൽ കീഴടങ്ങിയത് എറണാകുളം സ്വദേശി TA അയൂബ്. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് ആയുധ പരിശീലനം നൽകിയത് ഇയാൾ. ഇടവനക്കാട് വീട്ടിലെ റെയ്ഡിൽ ഹിന്ദു നേതാക്കളുടെ ഹിറ്റ് ലിസ്റ്റും കണ്ടെടുത്തു. അയോധ്യ കൊള്ളയിൽ അറസ്റ്റിലായവർ പണം മോഷ്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന്. കെട്ടുകണക്കിന് നോട്ടുകൾ ചാക്കുകളിലും വസ്ത്രങ്ങൾക്കുള്ളിലും ഒളിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് അനിൽ മിശ്രയ്ക്ക് പരമാധികാരം നൽകിയിരുന്നുവെന്നും അന്വേഷണ സംഘം. ട്രസ്റ്റിന്റെ കഴിഞ്ഞ 5 വർഷത്തെ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ തീരുമാനം. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കം. ഇമാം ഖുമൈനി ഗ്രാൻഡ് മുസല്ല പ്രാർത്ഥനാ മന്ദിരത്തിൽ പൊതുദർശനം. കണ്ണീരോടെ ഇറാൻ നേതാക്കൾ. കുടുംബങ്ങളുടെ മൃതദേഹങ്ങളും പൊതുദർശനത്തിന്. പങ്കെടുത്ത് ലോകരാജ്യങ്ങളുടെ പ്രതിനിധികൾ. ടെലഗ്രാം ആപ്പിന് വീണ്ടും മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. സിനിമകളുടെ വ്യാജ പതിപ്പുകൾക്കെതിരെ അടിയന്തര നടപടിയെടുക്കും. 15 ദിവസത്തിനകം എന്തു നടപടിയെടുത്തെന്ന് വ്യക്തമാക്കണം. കുട്ടികളുടെ ലൈംഗിക പീഡന ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് മെറ്റയ്ക്കും നോട്ടീസ്. കേപ്പ് വെർഡയ്ക്ക് മുന്നിൽ വിറച്ച അർജന്റീന. ലോക ചാമ്പ്യന്മാർ രക്ഷപ്പെട്ടത് 2-നെതിരെ 3 ഗോളുകൾക്ക്. ജയം എക്സ്ട്രാ ടൈമിൽ. പ്രീ ക്വാർട്ടറിൽ ഈജിപ്ത് എതിരാളി. ഓസ്ട്രേലിയയെ ഈജിപ്ത് മറികടന്നത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് വഴിയൊരുക്കാണെന്ന പേരിൽ ചുറ്റുമതിലുകൾ തകർത്ത നിർമ്മാണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാവാതെ തിരുവനന്തപുരം കുഴിവിള സ്വദേശികൾ. റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്ക് വേണ്ടിയെന്ന ആക്ഷേപം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 1 മാസത്തിനിടെ ലഭിക്കേണ്ട മഴയിൽ 32% കുറവ്. ഏറ്റവും കുറവ് വയനാട് ജില്ലയിൽ. സാധാരണ അളവിൽ മഴ ലഭിച്ചത് കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ മാത്രം. വടക്ക് മഴ കനക്കുന്നു. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. യൂറോപ്പിനെയും അമേരിക്കയും വലച്ച് കൊടും ചൂട്. ചൂടിന് പിന്നാലെ കാട്ടുതീയും. ഫ്രാൻസിൽ മാത്രം 2000-ലധികം മരണം. നെതർലൻഡ്സിലും ബെൽജിയത്തിലും മരണസംഖ്യ ഉയരുന്നു.